നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. സംഘടനകളുടെ ശാഖാ രജിസ്ട്രേഷൻ മാർച്ച് 9 മുതൽ 27 വരെ നടക്കുന്നു. CSA ദക്ഷിണ കേരള മഹായിടവകയിലെ സഭകളിലെ ഈ വർഷത്തെ സംഘടനകളുടെ ശാഖാ രജിസ്ട്രേഷൻ മാർച്ച് 9 മുതൽ 27 വരെ നടക്കുന്നു. ഓരോ ദിവസവും 5 ഡിസ്ട്രിക്ട് വീതം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓരോ ഡിസ്ട്രിക്റ്റുകളിലും നിർദ്ദേശിച്ചിട്ടുള്ള ദിവസങ്ങളിലെത്തി സംഘടനകളുടെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. എല്ലാ രജിസ്ട്രേഷനും ഓൺലൈൻ പ്രക്രിയയിലൂടെയാണ് നടത്തുന്നത്. എല്ലാ സഭകളിലെയും സൺഡേ സ്കൂൾ രജിസ്ട്രേഷനായി ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന പ്രിന്റ് സഭാ ശുശ്രൂഷകരും സംഘടനാ സെക്രട്ടറിയും സാക്ഷ്യപ്പെടുത്തിയ അധ്യാപകരുടെ ഹാജർ ബുക്ക് എന്നിവയുമായി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി ഓഫീസിൽ എത്തിച്ചേരുക. രജിസ്ട്രേഷൻ ഫീസ് അധ്യാപകർ ഒരു വ്യക്തിക്ക് 20 രൂപയും വിദ്യാർത്ഥികൾ ഒരു വ്യക്തിക്ക് 10 രൂപയും, വാചക പരീക്ഷ ഒരു വ്യക്തിക്ക് 15 രൂപയും, എഴുത്തു പരീക്ഷ ഒരു വ്യക്തിക്ക് 20 രൂപ എന്നിങ്ങനെയാണ്. ബാലജന യുവജന സംഘടന രജിസ്ട്രേഷനിൽ ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം ലഭ്യമാകുന്ന പ്രിന്റ് സഭാ ശുശ്രൂഷകനും സംഘടനാ സെക്രട്ടറിയും സാക്ഷ്യപ്പെടുത്തിയ ഹാജർ ബുക്ക് എന്നിവയുമായി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ യുവജന സംഘടനാ പ്രവർത്തന സമിതി ഓഫീസിൽ എത്തിച്ചേരുക. രജിസ്ട്രേഷൻ ഫീസ് CEYF ഒരു വ്യക്തിക്ക് 20 രൂപയും, അസോസിയേറ്റ് അംഗം CEYF ഒരു വ്യക്തിക്ക് 25 രൂപയും, CEJF ഒരു വ്യക്തിക്ക് 15 രൂപ, ശാഖാ രജിസ്ട്രേഷൻ CEYF 150 രൂപയും, ശാഖാ രജിസ്ട്രേഷൻ CEJF 100 രൂപയുമാണ്. ശ്രീജന സംഘം ശാഖാതല അംഗത്വം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഹാജർ ബുക്ക് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. പേര്, ജനനതീയതി, വയസ്സ്, അംഗത്വ നമ്പർ ഇല്ലാത്ത പക്ഷം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നിവ ഹാജർ ബുക്കിലെ നിർദ്ദിഷ്ട കോളത്തിൽ പൂരിപ്പിച്ച് സംഘടനാ പ്രസിഡന്റും സെക്രട്ടറിയും സാക്ഷ്യപ്പെടുത്തിയ ശ്രീജന സംഖ്യ ഓഫീസിൽ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരുക. ശ്രീജന സംഘടനയ്ക്ക് ആയുള്ള രജിസ്ട്രേഷൻ ഫീസ് ഒരു വ്യക്തിക്ക് 30 രൂപയും പ്രതിഷ്ഠാ കാർഡ് 20 രൂപയുമാണ്. വചനവഴിയിലെ വിളക്ക് മരങ്ങൾ എന്ന പഠന സഹായിയും വനിതാ ശബ്ദ വാർഷിക വരി തുടങ്ങിയവ ശ്രീജന സംഘടനയുടെ രജിസ്ട്രേഷനൊപ്പം നിർബന്ധമായി വാങ്ങിയിരിക്കേണ്ടതാണ്. ദക്ഷിണ കേരള മഹായിടവക 6ാമത് ബിഷപ്പായ അഭിവന്ദ്യ മോസ്റ്റ് റെവറൻഡ് A. ധർമ്മരാജ് റസാലം തിരുമേനി സഭയുടെ നിയമപ്രകാരം ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചു. യാത്രയയപ്പ് സമ്മേളനം 2026 മാർച്ച് 14 ശനിയാഴ്ച MMCSA കത്തീഡ്രൽ വെച്ച് നടന്നു. ദക്ഷിണേന്ത്യൻ സഭയുടെ മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ റൂബൻ മാർക്ക് തിരുമേനിയും CSA ദക്ഷിണ കേരള മഹായിടവക മോഡറേറ്റർ കമ്മീസറി റൈറ്റ് റെവറൻഡ് ഡോക്ടർ S. ക്രിസ്റ്റഫർ വിജയൻ തിരുമേനിയും, CSA ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാൻ റെവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ, ജോയിന്റ് വൈസ് ചെയർമാൻ റെവറൻഡ് സെബാസ്റ്റ്യൻ, മഹായിടവക സെക്രട്ടറി ഡോക്ടർ T. പ്രവീൺ, ട്രഷറർ റെവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ J. ജയരാജ് തുടങ്ങിയവരും യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം 2026 മാർച്ച് 14 LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെയും ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെയും ശ്രീജന സംഘത്തിന്റെ കലാമത്സരങ്ങൾ സുഗമമായി നടക്കുന്നതിലേക്കായി 2026 മാർച്ച് 14 രാവിലെ 9 മണി മുതൽ കലാമത്സരം ജഡ്ജസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംയുക്തമായി LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. സംഗീത മത്സരങ്ങൾ വിലയിരുത്തുന്നവർ രാവിലെ 9 മണിക്കും മറ്റു മത്സരങ്ങൾ വിലയിരുത്തുന്നവർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഓഡിഷനിലും പങ്കെടുത്തു. ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയായവർക്ക് മാത്രമാണ് സഭാ ഡിസ്ട്രിക്ട് ഏരിയ മത്സരങ്ങളിൽ ജഡ്ജസ് ആയി പോകാൻ കഴിയുക. 2026 VBS നേതൃത്വ പരിശീലനം മാർച്ച് മാസം 18, 19, 20, 21 എന്നീ തീയതികളിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. 2026 VBS ശുശ്രൂഷയ്ക്കായുള്ള നേതൃത്വ പരിശീലനം മാർച്ച് മാസം 18, 19, 20, 21 എന്നീ തീയതികളിൽ 2 ബാച്ചുകളിലായി LMS കോമ്പൗണ്ടിലെ ബിഷപ്പ് ലെക് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടക്കുന്നു. 2 ഘട്ടങ്ങളായി നടക്കുന്ന VBS ട്രെയിനിംഗ് ക്യാമ്പ് മഹായിടവക സെക്രട്ടറി ഡോക്ടർ T. പ്രവീൺ മാർച്ച് 18 ഉദ്ഘാടനം നിർവഹിക്കും. രജിസ്ട്രേഷൻ ഫീസ് 1750 രൂപയാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി 2026 മാർച്ച് 14 അതോടൊപ്പം ട്രെയിനിംഗ് സെന്ററിൽ രജിസ്ട്രേഷൻ ഫീസ് സ്വീകരിക്കുന്നതല്ല. പങ്കെടുക്കുന്നവർ SSLC ബുക്കിൻ പ്രകാരം 21 വയസ്സ് പൂർത്തിയായ തിരുസഭ അംഗങ്ങളായിരിക്കണം. 3ാം വോളിയം പുതിയ പാഠപുസ്തകമാണ് ഈ വർഷം VBS കുഞ്ഞുങ്ങൾക്കായി ഒരുക്കുന്നത്. അതോടൊപ്പം നഴ്സറി മുതൽ സൂപ്പർ സീനിയർ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് VBSൽ പങ്കെടുക്കാവുന്നതാണ്. VBSന് ആവശ്യമായ എല്ലാത്തരം വസ്തുക്കളും ബാനറുകളും പാഠപുസ്തകങ്ങളും മാർച്ച് 30 മുതൽ LMSലെ ബുക്ക് ഡിപ്പോയിൽ നിന്ന് ലഭ്യമാണ്. അതോടൊപ്പം മിഷൻ VBSന് വേണ്ടിയുള്ള മിഷണറിമാരുടെ VBS ട്രെയിനിംഗ് മെയ് 21, 22 തീയതികളിൽ LMS പോളിയോ ഹോമിൽ വെച്ച് നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 75-ലധികം മിഷണറിമാർ ഇതിൽ പങ്കെടുക്കും. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.